നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലുമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് PSCയുടെ പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കേരള PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പ്രായപരിധി അവസാനിക്കാറായവർക്ക് വളരെ നിർണായകമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. PSC നടപ്പിലാക്കിയ ഈ കോമൺ പ്രിലിമിനറി പരീക്ഷയും തുടർന്ന് വരുന്ന മെയിൻ പരീക്ഷയും എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയത്? കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ PSC നടപ്പിലാക്കിയ ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഗുണകരമാണോ അതോ ദോഷകരമാണോ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് എന്ന മഹാമാരിയേക്കാൾ ഏറ്റവും മഹാമാരിയായിട്ട് മാറിയത് ഈ PSCയുടെ പുതിയ പരിഷ്കാരങ്ങളായിരുന്നു. ഈ പുതിയ രീതി മൂലം അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഈ നീളുന്ന പരീക്ഷാചക്രം, അതുപോലെ തന്നെ കലണ്ടറിൻ്റെ ഗ്രാഫിക്സ്, വർഷങ്ങൾ കടന്നുപോകുന്ന ആനിമേഷൻ, ഇതൊക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമയം. മുൻപ് ഒറ്റ പരീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് കാര്യങ്ങൾ മാറി. പ്രിലിമിനറി, അത് കഴിഞ്ഞിട്ട് റിസൾട്ട്, പിന്നെ മെയിൻ പരീക്ഷ, വീണ്ടും കാത്തിരിപ്പ്, ചില തസ്തികൾക്ക് ഇൻ്റർവ്യൂ, അങ്ങനെ ഒരു നിയമന വിജ്ഞാപനം വന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും വർഷങ്ങൾ നീളുന്ന ഒരു പരീക്ഷാ ചക്രമായി മാറിയിരിക്കുന്നു ഇന്ന് PSC. ഇവിടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ആർക്കാണ്? പ്രായപരിധി അവസാനിക്കാറായ ഉദ്യോഗാർത്ഥികൾക്കാണ്. ഈ പരീക്ഷാ നടപടികൾ പൂർത്തിയാകുമ്പോഴേക്കും പലർക്കും അടുത്ത വിജ്ഞാപനത്തിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി തീർന്നിട്ടുണ്ടാകും. മറ്റൊരു ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി എന്ന ആശയമാണ്. അതായത് മുമ്പ് LDC, VO എന്നീ പരീക്ഷകൾക്ക് പ്രത്യേകം എക്സാം ആയിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാം ഒന്ന് പാളിയാലോ നമുക്ക് അടുത്ത എക്സാംസിൽ തിരിച്ചു പിടിക്കാൻ പറ്റി, അത് നമുക്ക് ഓവർകം ചെയ്യാമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. ഒരു പരീക്ഷ, അതായത് നമുക്ക് ഒരേ യോഗ്യതയുള്ള നിരവധി തസ്തികകൾക്ക് ഒരു പ്രിലിമിനറി പരീക്ഷയാണ് വയ്ക്കുന്നത്. അതായത് ഒരു 8ഓളം മെയിൻ പരീക്ഷകൾക്ക് അതിനെ മുൻനിർത്തി ഒരു പ്രിലിംസ് വയ്ക്കുമ്പോഴത്തേക്ക് അന്നത്തെ ആ പരീക്ഷാ സമയത്ത് മനുഷ്യസഹജമായ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസോ മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതാകുകയും, അഥവാ അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ വിചാരിച്ച ആ തലത്തിലേക്ക് നമുക്ക് ആ എക്സാമിനെ പൂർത്തീകരിക്കാൻ പറ്റാതാകുകയും ചെയ്യുന്നു. അത് ആ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് 8ഓളം ജോലികളാണ്. ഉയർന്ന പ്രായപരിധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അവസാനത്തെ അവസരം ആയിരിക്കാം. ചുരുക്കത്തിൽ പരീക്ഷകൾക്ക് കാര്യക്ഷമമാക്കാൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം വർഷങ്ങളായി PSC പഠിച്ച് ഒരു ജോലി നേടണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആ സർക്കാർ ജോലിയോട് അഭിനിവേശമുള്ള ഒരുപറ്റം ഉദ്യോഗാർത്ഥികളോട് കാണിച്ച ഒരു ക്രൂരതയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രത്യാശയാണ് ഇവിടെ തകിടം മറിഞ്ഞത്. അപ്പം പലരും പറയുന്നത് PSC പരീക്ഷ എന്ന് പറയുന്നത് ഭാഗ്യമാണ്, ഭാഗ്യമുള്ളവനെ അത് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സമയമായപ്പോൾ കോവിഡ് വന്നു, പ്രിലിംസ് വന്നു, അതോടൊപ്പം ഒരു പല മാറ്റങ്ങൾ PSCയിൽ വന്നു. അതുപോലെ തന്നെ ഒത്തിരി സിലബസുകൾക്ക് മാറ്റം വന്നു. ഇതെല്ലാം
ഭാഗ്യമില്ലായ്മ മൂലമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സംസ്കാര സമ്പന്നമായ ഈ കേരളത്തിലെ നിർഭാഗ്യം അങ്ങനെയില്ല. കാരണം ഒട്ടേറെ നവോത്ഥാന നായകന്മാർ ജീവിച്ച് അന്ധവിശ്വാസങ്ങളും അനീതികളും ഒക്കെ എടുത്ത് മാറ്റിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭാഗ്യത്തിന് നിർഭാഗ്യമോ അങ്ങനെയൊന്നും നമുക്ക് ഇനിയും അത് PSCയിൽ അത് പ്രാക്ടിക്കൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ PSCയുടെ ഈ പുതിയ മാറ്റത്തിനോട് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു സമീപനമാണോ അതോ ഒരു വിഷമകരമായ ഒരു സമീപനമാണോ ഉള്ളത്? എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സമകാലികരായ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.